ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ 2-3 ദിവസമായി നമ്മളെ വീഡിയോയിൽ ചെറിയൊരു ലാഗ് സംഭവിച്ചിട്ടുണ്ട്. സംഭവമൊന്നുമില്ല, ഞാനിവിടെ നാട്ടിലില്ലായിരുന്നു. ബാംഗ്ലൂർ 2-3 ദിവസമായ ട്രിപ്പിലും കാര്യങ്ങളിലൊക്കെ. ഇൻസ്റ്റഗ്രാം ഫോളോ ചെയ്യുന്നവർക്ക് അറിയാൻ പറ്റും ഞാനിവിടെ നാട്ടിലില്ലായിരുന്നു. അതിനെക്കൊണ്ട് കുറേ കാര്യങ്ങൾ സ്റ്റെക്കായി നിന്നു. ട്യൂഷനൊന്നും എടുക്കാൻ പറ്റിയിട്ടില്ല. അപ്പം അതൊക്കെ ഒന്ന് കഴിഞ്ഞ് ഒന്ന് ഫ്രീ ആയതിനു ശേഷം ട്യൂഷനിലൊക്കെ തകൃതിയായിട്ട് ക്ലാസ്സും കാര്യങ്ങളായതുകൊണ്ട് എനിക്ക് ഒന്നിലേക്കും എന്തിന് ഞാൻ കൊണ്ടുവന്ന് വെച്ച സാധനങ്ങൾ എന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും എടുത്ത് വെക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ടൈം പിടിച്ചിട്ടുണ്ട്. അപ്പം അതൊക്കെ ഒന്ന് സെറ്റായി ഇപ്പോഴും ഉണ്ട്. അല്ലാതെ ചില സാധനങ്ങളൊക്കെ സെറ്റാകും. അത് ഈ ക്യാമറേൻ്റെ ബാക്കിലുള്ള ഇത് കണ്ടിട്ടുണ്ടെങ്കിൽ കറക്റ്റ് മനസ്സിലാവും. കുറേ സാധനങ്ങൾ ഇനിയും എടുത്ത് വെക്കാൻ വേണ്ടിയിട്ടുണ്ട്. അപ്പം ഞാൻ ബാംഗ്ലൂരിൽ നിന്ന് വാങ്ങിച്ച കുറച്ച് സാധനങ്ങൾ നിങ്ങൾക്കും കൂടി കാണിച്ചു തരാമെന്ന് വിചാരിച്ചു. തമിഴിലൊക്കെ കണ്ട പോലെ നമുക്ക് ക്രാഫ്റ്റും ജേർണലിങ്ങും റിലേറ്റഡ് ആയിട്ടുള്ള സാധനങ്ങളൊക്കെ തന്നെയാണ്. ക്യൂട്ടായിട്ടുള്ള സാധനങ്ങളൊക്കെ തന്നെയാണ്. കണ്ടാ വാങ്ങി പോകും. അത് അവിടെ പോകുന്ന ഇത് പ്ലാൻ വന്നപ്പോൾ തന്നെ ഞാൻ ഫസ്റ്റ് സെർച്ച് ചെയ്ത് കണ്ടുപിടിച്ച സാധനങ്ങൾ എന്ന് പറഞ്ഞാൽ ഇങ്ങനത്തെ സാധനങ്ങൾ നമ്മൾ ജേർണലും സാധനങ്ങളൊക്കെ ജേർണലും അല്ലെങ്കിൽ ക്രാഫ്റ്റും ഒക്കെ ചെയ്യാൻ പറ്റുന്ന, അതും നമ്മൾ ടേബിള് ഡെക്കറേറ്റ് ചെയ്യാൻ ടേബിളൊക്കെ ഡെക്കറേറ്റ് ചെയ്യാൻ പറ്റുന്ന കുറച്ച് ചില്ലറ സാധനങ്ങളൊക്കെ വാങ്ങാന്നുള്ള പ്ലാൻ വന്നത്. അപ്പം അതിനുള്ള കുറച്ച് സാധനങ്ങളൊക്കെയാണ് വാങ്ങിയത്. ഇത് കണ്ടാൽ മനസ്സിലായിട്ടുണ്ടാവും, ഇത് മിനിസോന്ന് വാങ്ങിച്ചതാണ്. കാരണം ഇവിടെയുള്ള സംഭവങ്ങളൊക്കെ തന്നെ, പക്ഷെ ഇവിടുത്തേനെക്കാട്ടും നല്ല കളക്ഷൻസും ഉണ്ട്. റേറ്റൊക്കെ ഓൾമോസ്റ്റ് ഒക്കെ സെയിം ആണ്. മിനിസോ, മോമോസോ, അങ്ങനെ കുറച്ച് ബ്രാൻഡുകളൊക്കെ ഉണ്ട്. അതിനൊക്കെ റേറ്റ് ഇവിടെ നാട്ടിലുള്ള റേറ്റ് ഒക്കെ തന്നെയാണ്. പക്ഷെ വേറൊരു ഷോപ്പുണ്ട്. ആ ഷോപ്പാണ് എനിക്ക് മെയിനായിട്ട് പറയാനുള്ളത്. ഗുഡി അടിപൊളി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല അഫോർഡബിൾ റേറ്റിനുമാണ് കിട്ടുന്ന സാധനങ്ങൾ. പിന്നെ നല്ല കളക്ഷൻസും ഉണ്ട്. നമ്മൾ ഈ ഓൺലൈനിൽ കാണുന്ന ഓരോ സാധനങ്ങളുണ്ടല്ലോ, കൊറിയൻസിൻ്റെ കയ്യിൽ അങ്ങനത്തെ എല്ലാ സാധനവും പൈസ ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതായിട്ട് പോയിട്ടുണ്ടെങ്കിൽ ഒരുപാട് സാധനം എടുത്തിട്ട് വരും. അപ്പം ഫസ്റ്റ് ഓഫ് ഓൾ ഇത് നമ്മളെ പണ്ടൊക്കെ സൂപ്പർ മാർക്കറ്റിലൊക്കെ പോയിട്ടുണ്ടെങ്കിൽ ഇങ്ങനത്തെ കൊട്ടയും, ഇപ്പോഴും ചെറിയ സൂപ്പർ മാർക്കറ്റിലൊക്കെ ഇങ്ങനെയാണ്. ഇപ്പം പിന്നെ എല്ലായിടത്തും ട്രോളി ആണല്ലോ. അപ്പോൾ എൻ്റെ വീഡിയോസൊക്കെ കാണുന്നവർക്ക് അറിയാൻ പറ്റും, ഇതിൽ ഓൾറെഡി ട്രോളി ഉണ്ട്. ഇവിടെ ഞാനിത് കണ്ടിട്ടില്ല. നമ്മളെ ഹൈലൈറ്റ് മാളിലുണ്ടല്ലോ, അവിടെ ഞാൻ ഈ സാധനം കണ്ടിട്ടില്ല. ട്രോളി മാത്രമേ കണ്ടിട്ടുള്ളൂ. അപ്പം ഇത് കണ്ടപ്പോൾ ഇത് വാങ്ങിച്ചു. ഇതിന് അത്യാവശ്യം റേറ്റ് ഉണ്ട്. 350 ഉണ്ട് കേട്ടോ, 350 മിനിസോ. അപ്പം ഇനി ആരെങ്കിലുമൊക്കെ ബാംഗ്ലൂരൊക്കെ പോവാണെന്നുണ്ടെങ്കിൽ ഒന്ന് മിനിസോ. എല്ലാ മാളുകളും കയറി ഇറങ്ങിയിട്ടുണ്ട്. എല്ലാ മാളുകളിലും മിനിസോ ഗുഡിയുള്ള ഷോപ്പുകളുണ്ട്. അങ്ങനത്തെ എല്ലാ സ്ഥലത്തും സ്ട്രീറ്റിലും എല്ലായിടത്തും കയറി ഇറങ്ങി വാങ്ങിച്ച സാധനങ്ങളാണ്. ഇതിങ്ങനെ ഇങ്ങനെ കണ്ടു വെച്ചിട്ട് കൊച്ചായി വിചാരിക്കുന്നെങ്കിൽ കുറച്ച് സാധനങ്ങളുണ്ട്. വെറൈറ്റി പല സാധനങ്ങളുണ്ട്. ചെറിയ പെട്ടിയാണെങ്കിലും ഉള്ളിൽ ഭയങ്കര സാധനങ്ങൾ. സംഭവം ഞാൻ വേറെ ഒരു ക്ലിപ്പ് ഇവിടെ കാണിച്ചത്. ഞാൻ ഇത്രയും സാധനങ്ങൾ ഇവിടെ സൈഡിലെവിടെയും കാണിച്ചു കേട്ടോ. ഇത്രയും സാധനങ്ങൾ ചെറിയ കവറിലല്ലേ ഓരോ ഷോപ്പിൽ കയറുമ്പോൾ ചെറിയ. അപ്പം ഇതൊക്കെ കാണുമ്പോൾ ഇത്ര സാധനം വാങ്ങിച്ചിട്ടുണ്ടോ. പക്ഷെ ഇതിൻ്റെ ഉള്ളിലേക്ക് കയറുമ്പോൾ വിചാരിക്കും, ഇത്രത്തോളം സാധനം ഉണ്ടോ. ഞാൻ എന്താ പറയുന്നതെന്ന് എനിക്ക് തന്നെ മനസ്സിലായി. പക്ഷെ ഒരു ചെറിയ ലാഗ് വന്നപ്പോൾ അതിൻ്റെ ചെറിയതായിട്ടുള്ള ഒരു മിസ്റ്റേക്കും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ഒന്നും മൈൻഡ് ചെയ്യണ്ട. അപ്പോൾ ഇതൊക്കെ കാണിച്ചു തരാം. പിന്നെ ഇത് ഞാൻ ഇത് സ്ട്രീറ്റ് എന്നാണ് തോന്നുന്നത്, കൊമേഴ്ഷ്യൽ സ്ട്രീറ്റിൽ നിന്ന് വാങ്ങിച്ചതാണ്. ഇതിൻ്റെ എന്താന്ന് വെച്ചാൽ ഇന്ത്യയിൽ ഓൾറെഡി ബ്രഷ് പെൻസ് ഉണ്ട്, പക്ഷെ അത് പേസ്റ്റൽ കളേഴ്സാണ്. അപ്പം ഞാൻ കുറേ ആയി വിചാരിക്കുന്നു ഡാർക്കിലുള്ള വാങ്ങണം. ഇതിന് 200 റുപ്പീസാണ്. പക്ഷെ എനിക്ക് 110 റുപ്പീസിന് ഡിഫറൻറ്റ് കിട്ടി. എന്നാലും ഇന്ത്യയിൽ കുറേ സാധനങ്ങൾ ഞാൻ അവിടെ നിന്ന് നല്ല അടിപൊളി ഡിസ്കൗണ്ടിൽ എനിക്ക് അവിടെ ചെയ്തിരുന്നു. അപ്പം അവിടുന്ന് കൊമേഴ്ഷ്യൽ സ്ട്രീറ്റിലുള്ള ഇങ്ങനെ ചോദിക്കുക, ഇങ്ങനത്തെ ഷോപ്പുകൾ കൊമേഴ്ഷ്യൽ സ്ട്രീറ്റ്, ചർച്ച് സ്ട്രീറ്റിലൊക്കെ ഇങ്ങനത്തെ ഷോപ്പുകൾ കുറവാണ്. അപ്പം അന്വേഷിച്ച് പോയി കഴിഞ്ഞാൽ നമുക്ക് ക്രാഫ്റ്റിൻ്റെ സാധനങ്ങളൊക്കെ കിട്ടുന്ന ഷോപ്പ് കിട്ടും. അപ്പോൾ അവിടുന്ന് വാങ്ങിച്ചതാണ് ഇത്. 14 പീസിൻ്റെ ബ്രഷ് പെൻ. ഇത് നമ്മൾ നോർമൽ കളേഴ്സ്. ഇത് പിന്നെ യൂബിസിറ്റിയിലുള്ള ഹെമിലീസ് എന്ന് വാങ്ങിച്ചതാണ്. ഇതൊക്കെ വെച്ചിട്ട് നമുക്ക് അറഞ്ചും കുറഞ്ഞും ജേർണലിംഗ് ഒക്കെ ചെയ്യാം.
എങ്ങനെ ചെയ്യണം എന്നൊക്കെ ഭയങ്കര വിചാരങ്ങളാണ്, പക്ഷെ ഒന്നും നടക്കാറില്ല. പിന്നെ ഈ ഷോപ്പാണ് എനിക്ക് കാണിച്ചു തരാറുള്ളത്, ഗുഡ്ഗുഡി. ഇത് ഞാൻ പിന്നെ എന്താണ് നമുക്ക് ജേർണൽ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കുറച്ച് നമ്മളെ ട്രിപ്പ് റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ച് സാധനങ്ങളൊക്കെ എടുത്ത് വെച്ചതാണ്. അപ്പം അതിൻ്റെ ഇത് ഇതാകില്ല, എമിലീസിൻ്റെ കവറൊക്കെ കട്ട് ചെയ്തിട്ടത്, അങ്ങനത്തെ കുറച്ച് സാധനങ്ങളൊക്കെ എടുത്ത് വെച്ചതാണ്. അതൊന്നുമില്ല. ഈ പെട്ടിയാണ് എല്ലാത്തിലും ബിഗ്ഗസ്റ്റ് പെട്ടി. കണ്ടാൽ ചെറുതാണെങ്കിലും ഉള്ളിൽ തോന്ന സാധനങ്ങൾ. ഇതും അതുപോലെ ഗുഡ്ഗുഡിന്ന് വാങ്ങിച്ചതാണ്. ഗുഡ്ഗുഡീൻ്റെ ലോകം കണ്ടില്ലേ, ഗുഡ്ഗുഡീൻ്റെ സ്ഥലത്ത് നിന്ന് ഓഫറിൽ കണ്ടതാണ്. ജസ്റ്റ് 120 rupees മാത്രമേ ഉള്ളൂ. ഇങ്ങനത്തെ ഒരു പെട്ടിയൊക്കെ വാങ്ങാൻ പോയാൽ അറിയാം എന്താണ് റേറ്റ് എന്നുള്ളത്. അപ്പോൾ അത് ഓഫറിൽ കണ്ടപ്പോൾ പിന്നെ അങ്ങനെ വേഗം വാങ്ങിച്ചു. ഇതിൽ മെയിനായിട്ട് അല്ലാതെ സ്റ്റിക്കേഴ്സ് മാത്രമേ ഉള്ളൂ. സ്റ്റിക്കേഴ്സ് ഉണ്ട്, പിന്നെ എന്താ കൊക്കോ ഐറ്റംസ് ഉണ്ട്. ഞാൻ ലുലു പോയി, ബാംഗ്ലൂരിൽ ലുലു മാളിൽ പോയി. പിന്നെ ലുലു മാളിൽ, ഓറഞ്ച് മാള്, അങ്ങനെ യുബി സിറ്റി, അങ്ങനെ കുറേ മാളുകളിലും പിന്നെ കൊമേഴ്ഷ്യൽ സ്ട്രീറ്റ്, ചർച്ച് സ്ട്രീറ്റ്, അങ്ങനെ എല്ലാ സ്ഥലത്തും പോയിട്ട് കളക്ട് ചെയ്തതാണ് ഇതൊക്കെ. ഇതിൽ ഞാൻ ചിലത് ഏതാണെന്ന് കണ്ടാൽ എനിക്ക് മനസ്സിലാവും ഏത് ഷോപ്പിൽ നിന്നാണെന്നുള്ളത്. അത് ഞാൻ കറക്റ്റ് പറഞ്ഞുതരാം. ഇത് എനിക്ക് അറിയില്ല ഇത് ഏതാ ഷോപ്പെന്ന് ഇതിമേലൊന്നുമില്ല. ഇത് ലുലു എന്നാട്ടോ. ലുലു ഇവിടുത്തെ ഏതായാലും കുറേ സാധനം ഉണ്ട് അവിടെ. സംഭവം ഫുള്ള് ഡിഫറെൻ്റ് ആണ്. എന്തിനു പറയും, എല്ലാ സാധനങ്ങളും ഒരു ഫ്ലോർ നിറച്ചു മാളിങ്ങനെ നിരന്ന് കിടക്കുക, ഹൈപ്പർ കട്ട് നിരന്ന് കിടക്കുക. അപ്പോൾ ഇത് ലുലു എന്ന് വാങ്ങിച്ചതാണ് ഈ സ്റ്റിക്കർ. ഇത് ഗുഡ്ഗുഡി, ഇതിന് 69 rupees ആണ്. ഇതിന് 35 rupees, ഇതിന് 69 കേട്ടോ. ഇതൊക്കെ ഞാൻ ഇവിടുന്ന് 2-3 ഷോപ്പിലൊക്കെ നോക്കിയപ്പോൾ എനിക്ക് അത്യാവശ്യം റേറ്റ് കണ്ടിട്ട് ഞാൻ അവിടെ തന്നെ എടുത്ത് വെച്ച് പോകുന്ന സാധനമാണ് വാങ്ങിയിട്ടില്ലേ. അപ്പം ഇവിടെ റേറ്റ് കുറവിൽ കണ്ടപ്പോൾ അങ്ങനെ വാങ്ങിച്ചു. പിന്നെ ഇത് പിന്നെ കൊമേഴ്ഷ്യൽ സ്ട്രീറ്റിൽ നിന്നൊരു ഷോപ്പിൽ നിന്ന് വാങ്ങിച്ചതാണ്. ഇത് മിനി സോൺ, ഇതിന് 90 rupees. ആ ഡിഫറെൻറ്റ് മനസ്സിലായാലും മറ്റേ 69 ആ ഒരു ചെറിയ ഡിഫറെൻ്റ് ഉണ്ടാവും. ഇത് ലുലു എന്ന് വാങ്ങിച്ചതാണ്. ഇതിനും 65. ഇത് മറ്റേ ഷോപ്പിൽ നിന്ന് വാങ്ങിച്ചതാണ്, കൊമേഴ്ഷ്യൽ സ്ട്രീറ്റിലുള്ള ഷോപ്പിൽ നിന്ന് വാങ്ങിച്ചത്. ഇത് ഗുഡ്ഗുഡി. ഇതൊന്നും ഞാൻ അൺബോക്സ് ചെയ്തിട്ടില്ല, അൺബോക്സ് ചെയ്ത് നോക്കണം. ഇതൊക്കെ സ്റ്റിക്കേഴ്സിൻ്റെ സെറ്റാണ്. ഇത് 20 ഷീറ്റുള്ള സ്റ്റിക്കേഴ്സാണ്. ഇത് 149 rupees ആണ്. ഇതും ഗുഡ്ഗുഡി എന്ന് വെച്ചതാണ്. ഗുഡ്ഗുഡി അതിൻ്റെ തന്നെ വേറൊരു സാധനം, ഇതും സെയിം റേറ്റ് 149 rupees. ഇതൊക്കെ എന്തായാലും പൊളിക്കുന്നത് ഞാൻ വീഡിയോ കാണിച്ചു കേട്ടോ. കുറച്ചും കൂടി ക്യാമറ സെറ്റ് ചെയ്തിട്ട് ഞാൻ ഇതൊരു വെറൈറ്റി സാധനം അൺബോക്സ് ചെയ്യുന്നതൊക്കെ കാണിക്കാം. ഇതൊരു അടിപൊളി സാധനം. ഇതൊക്കെ ഇത് കൊമേഴ്ഷ്യൽ സ്ട്രീറ്റിൽ നിന്ന് വാങ്ങിച്ചാട്ടോ. ഇതിന് 150 ആണ്, അത് 120 ആ റേഞ്ചിൽ. ഇത് നമ്മളെ ഇതില്ലേ എന്താ പറയാ, വയനാട്ടിൽ നിന്ന് ഗാന്ധിഗ്രാം അല്ലേ, അവിടുന്ന് വെറുതെ ചായപ്പൊടി ചോക്ലേറ്റ് ഒക്കെ വാങ്ങാൻ ഇറങ്ങിയപ്പോൾ കണ്ടപ്പോൾ ഇതൊരു ക്യൂട്ട്നെസ് തോന്നിയപ്പോൾ വാങ്ങിച്ചതാണ്. ഇത് സ്റ്റാമ്പ്, നമ്മള് എന്താ പറയാ, സീല് സ്റ്റാമ്പല്ല, സീല്. ഇത് 100 rupees ആണ്. ഇതിക്ക് 80 rupees-നാണ് കിട്ടിയത്. യൂണിക്കോൺ തീമിലാണ്. 1, 2, 3 ഡിസൈൻ പാറ്റേൺ ഉള്ളതൊക്കെ ഞാൻ പൊളിക്കുന്നുണ്ടായി കാണിച്ചത്. അൺബോക്സിങ് ഇത് അതുപോലെ പ്രിന്റ് സീലിൻ്റെ തന്നെയാണ്. ഇത് ഇത്രയും റേറ്റ് 130 ആണ്. അതും ഇതേമാതിരി നല്ല റേറ്റ് കുറച്ച് തന്നെയാണ് എനിക്ക് സാധനം കിട്ടിയത്. അങ്ങനെ ഒരു ഡിസ്കൗണ്ട് കിട്ടും, പിന്നെ ഒന്നായിട്ടൊരു ഡിസ്കൗണ്ട് കൊടുക്കും. ഇത് ഗുഡ്ഗുഡി എന്നാണ്. ഇത് സ്റ്റിക്കി നോട്ട് 69 rupees. ഇത് 69 rupees ഗുഡ്ഗുഡി. ഇത് 69 rupees ഗുഡ്ഗുഡി. അതെ, ഇത് ഒരു ഗുഡ്ഗുഡിന്ന് വാങ്ങിച്ചാൽ കേട്ടോ പല സ്ഥലത്തു നിന്നും പോകും, പലത് കാണും, അങ്ങനെ വാങ്ങിച്ചതാണ്. അതൊക്കെ വെച്ചിട്ട് നമുക്ക് ഓരോ ജേർണലൊക്കെ ചെയ്യണം. വെറൈറ്റി ജേർണൽ ചെയ്തുണ്ടാക്കാം. പിന്നെ
ഇത് മിനിസോൺ മിനിസോന്നാണ് 150 rupees. മറ്റേ കറക്റ്റർ ടാപ്പ് കറക്റ്റർ ടാപ്പ് അതന്നെ മനസ്സിലായില്ലേ 150 rupees. ഇത് മിനിസോ തന്നെ 170 rupees. പിന്നെ ഇത് നമ്മളെ കട്ടർ അങ്ങനെ കട്ട് ചെയ്യുന്നത് ഇത് ഞാൻ ഓൺലൈനിൽ കണ്ടിട്ടുണ്ട്. അതിന് റേറ്റ് 100 അതുപോലെ 150 ഒക്കെ ഓൺലൈനിൽ ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷെ എന്താണ് ക്വാളിറ്റി സാധനം വർക്ക് ചെയ്യുമെന്ന് നമുക്കറിയില്ലല്ലോ. അപ്പം ഞാനിതിങ്ങനെ അവിടെ ഷോപ്പിൽ ഇത് കൊമേഴ്ഷ്യൽ സ്ട്രീറ്റിൽ ഞാൻ സ്റ്റിക്കേഴ്സ് ഒക്കെ വാങ്ങിച്ച് ഷോപ്പിൽ നിന്ന് തന്നെ വാങ്ങിച്ചതാണ്. ഇതിന് പല സാധനം ഇതിന് 60 ഇതിന് 90 ആണ്. അതിലും ചെറിയൊരു ഓഫറിൽ നമുക്ക് സാധനം കിട്ടിയിട്ടുണ്ട്. പിന്നെ ഒരു വലിയൊരു ഓഫറാണ് കിട്ടിയത് എന്തായാലും. പിന്നെ ഇത് മിനിസോന്ന് സ്റ്റിക്കി നോട്ട്സ് തന്നെയാണ്. ഇത് മിനിസോ അല്ലേ, ഇത് ഗുഡ്ഗുഡി, ഇത് ഓൾസോ സ്റ്റിക്കി നോട്ട്സ്. ഇതൊക്കെ വെച്ചിട്ട് നമുക്ക് എന്തെങ്കിലും ചെയ്യാം. ഇത് 69 rupees ആണ്. ബാംഗ്ലൂരിന്റെ മാഗ്നറ്റ് ഇപ്പൊ ഇങ്ങനത്തെ ഒരു പരിപാടി ഇപ്പം തന്നെ കേട്ടോ, കുറച്ച് മുന്നേ സ്റ്റാർട്ട് ചെയ്തൊരു പരിപാടിയാണ് മാഗ്നറ്റ് കളക്ട് ചെയ്ത്. അങ്ങനെ കുറെ മാഗ്നറ്റ് ഇപ്പം എൻ്റെ കയ്യിലുണ്ട്. ഔട്ട് ഓഫ് സ്റ്റേഷൻ ഐ മീൻ ഔട്ട് ഓഫ് ഇന്റർനാഷണൽ ഒന്നും പോയിട്ടില്ലെങ്കിലും അത്യാവശ്യം നമ്മുടെ നാട്ടിലുള്ള സ്ഥലങ്ങളും ഇന്ത്യയിലുള്ള കുറച്ച് സ്ഥലങ്ങളിൽ കുറച്ച് നല്ലോണം കൂടിപ്പോയ കർണാടക തമിഴ്നാട് അങ്ങനത്തെ ഒക്കെ പോയിട്ടുള്ളൂ. അവിടെ അങ്ങോട്ട് വേണം പോയിട്ടില്ല. ഇൻഷാല്ല എങ്ങനെയൊക്കെ പോകാം. ഇൻഷാല്ല പോകാം. അപ്പം അങ്ങനെ മാഗ്നറ്റ് കളക്ട് ചെയ്ത് വെച്ചാൽ ഇതിന്റെ മാഗ്നറ്റ് കളക്ഷൻ കാണണമെന്നുണ്ടെങ്കിൽ ഒന്ന് കമന്റ്സിൽ അറിയിക്കാൻ. എന്നാലും ഒരു 1 minute വീഡിയോ ചെയ്യാനുള്ള സാധനം എൻ്റെ കയ്യിൽ ഒരു 8-9 സാധനങ്ങൾ ഉണ്ടാവും. അപ്പം മാഗ്നറ്റ്. അപ്പം ഇതാണ് നമ്മളുടെ പെട്ടി. ഇത് ഹാർട്ട് കട്ട് ചെയ്ത് കേട്ടോ. അപ്പം ഇതൊക്കെയാണ് സാധനങ്ങൾ. അപ്പം ഇങ്ങനെയൊക്കെ നമുക്ക് ഞാൻ എന്തായാലും ഇതൊക്കെ ഒന്ന് പൊളിച്ചിട്ട് കാണാം. സംഭവം എന്ത് ഇഷ്ടപ്പെട്ടോ ഇനി ഇത് വെച്ചിട്ട് എന്തെങ്കിലും ജേർണൽ ചെയ്യണം എന്നുള്ളതൊക്കെ ഒന്ന് കമൻസിൽ അറിയിക്കാം. അപ്പോൾ എന്തായാലും ഇത് പൊളിക്കുന്നതൊക്കെ എന്തായാലും ഷോർട്സിൽ തന്നെ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. എന്തായാലും ചെക്ക് ചെയ്തൊക്കെ എല്ലാവരും സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ബിഗ് താങ്ക്സ്. ഇനിയും സപ്പോർട്ട് ചെയ്യുക. ഗിവ് എവേൻ്റെ ഗിഫ്റ്റും കാര്യങ്ങളൊക്കെ നമ്മൾ ഇന്ന് സെൻഡ് ചെയ്യും. നാളെ ഇന്ന് സെറ്റാക്കിയിട്ടുണ്ട്. കാരണം ഞാൻ എന്തായാലും ഈ ട്രിപ്പ് പോകുന്നതും ഓണം കാര്യങ്ങളൊക്കെ ആയിട്ട് നല്ല ബിസി ആയിരുന്നു. പിന്നെ എക്സാമിൻ്റെ ആയിരുന്നു. അപ്പോൾ അതൊക്കെ ആയപ്പോൾ കുറച്ച് ബിസി ആയപ്പോൾ ഞാൻ വിന്നേഴ്സിനെ ഞാൻ ഇൻഫോം ചെയ്തിരുന്നു എന്തായാലും എനിക്ക് ഇപ്പോൾ പറ്റൂല, കുറച്ച് കഴിയണം എന്നുള്ളത്. അപ്പം ഓരോ ഓക്കെയാണ്. അപ്പം എന്തായാലും നാളെ ഇന്ന് സെൻഡ് ചെയ്യും. ഇന്ന് തന്നെ സെൻഡ് ചെയ്യും. ഗിഫ്റ്റും കാര്യങ്ങളൊക്കെ ഇന്ന് സെൻഡ് ചെയ്യും. ഒരു ഡീറ്റെയിൽസ് ഒക്കെ കൊടുത്തിട്ട്. അപ്പം നമുക്ക് ഇനി ഇതുപോലെ നല്ല നല്ല ഗിവേഴ്സും കാര്യങ്ങളൊക്കെ ചെയ്യണം. എന്തായാലും എല്ലാവരും സപ്പോർട്ടും കാര്യങ്ങളൊക്കെ പ്രതീക്ഷിക്കുന്നു. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. ഇനി നല്ല നല്ല വീഡിയോസും ബ്ലോഗ്സൊക്കെ കാണാൻ ചെയ്യുന്നു. ബൈ. ഞാനിത് കാണിച്ചില്ല. ഇതൊരു സ്റ്റിക്കി നോട്ട്സ് തന്നെയാണ് കേട്ടോ. ഇതും മിനിസോ തന്നെയാണ് 170 rupees. ശരി, അപ്പോൾ ഇതും കൂടി കാണിച്ചു. ശരി, ബൈ.